കശ്മീർ വിഷയത്തിൽ നീതിയുക്തവും സമാധാനപരവുമായ ഒരു പരിഹാരം വേണമെന്ന ആവശ്യവുമായി പാകിസ്ഥാനിലെ സ്വയം പ്രഖ്യാപിത സൈന്യാധിപൻ അസിം മുനീർ, അതായത് സ്വയം പ്രഖ്യാപിത ഫീൽഡ് മാർഷൽ എന്നാണ് ഇപ്പം അസിം മുനീറിനെ വിശേഷിപ്പിക്കുന്നത്. ഈ അസിം മുനീർ പറയുകയാണ്, ഐക്യരാഷ്ട്രസഭ പ്രമേയം പാസ്സാക്കിയതാണ്, കാശ്മീരി ജനങ്ങളുടെ അഭിലാഷമാണ്, അതുകൊണ്ട് തന്നെ കശ്മീരിനെ സ്വതന്ത്രമാക്കുക, കശ്മീരിലെ ജനങ്ങളുടെ സ്വാഭാവികമായ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് എല്ലാ പിന്തുണയും നൽകുക, ഇതിനിയും പാകിസ്ഥാൻ ചെയ്യും. കാരണം അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തുന്ന പോരാട്ടമാണ്. ആ പോരാട്ടത്തിന് പാകിസ്ഥാൻ പിന്തുണ നൽകുമ്പോൾ അതിനെ തീവ്രവാദം എന്ന് പറഞ്ഞ് ഇന്ത്യ കുറ്റപ്പെടുത്തുകയാണ്. കൃത്യമായ പ്രകോപനം. അപ്പോൾ എന്തിനാണ് അസിം മുനീർ വീണ്ടും ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ കശ്മീർ വിഷയവും ഉയർത്തിപ്പിടിച്ച് ഇത്തരം പ്രകോപനം ഉണ്ടാക്കുന്നത്? ഇപ്പോൾ പഹൽഗാം ആക്രമണം, ഈ ആക്രമണത്തിൻ്റെ കാരണം തന്നെ അസിം മുനീർ നടത്തിയ ഒരു പരാമർശമായിരുന്നു. അതായത് ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് ഇസ്ലാമാബാദിൻ്റെ നാഡീ ഞരമ്പാണ്, ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ധമനിയാണ് എന്നൊക്കെ പറഞ്ഞ് അവിടുത്തെ ജനങ്ങളെ അല്ലെ പാകിസ്ഥാനിലെ യുവതലമുറയൊക്കെ ആകർഷിക്കാനായിട്ട് നടത്തിയ ഒരു പ്രസംഗം. അതിൻ്റെ തുടർച്ചയായിട്ടാണ് പഹൽഗാം ആക്രമണം, പിന്നീട് ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായത്. അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറബ് രാജ്യങ്ങൾ സന്ദർശിക്കുകയായിരുന്നു. ആ സന്ദർശനമൊക്കെ വെട്ടിച്ചുരുക്കിയാണ് അദ്ദേഹം പെട്ടെന്ന് തിരിച്ചെത്തിയത്. ഇപ്പോൾ വീണ്ടും അസിം മുനീർ ഇത്തരമൊരു സന്ദേശം അല്ലെങ്കിൽ ഇത്തരമൊരു പ്രകോപനം നൽകുന്നത് കറാച്ചിയിലെ നേവൽ ബേസിൽ നടന്ന പാസിംഗ് ഔട്ട് അസിം മുനീർ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. അതായത് കശ്മീരിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാ സഹായവും ചെയ്തു കൊടുക്കും. In Indian illegally occupied Jammu and Kashmir, we stand firm with the Kashmiri people for their right of self-determination, for the resolution of the internationally recognized long-standing dispute. 2 തവണ യാതൊരു പ്രകോപനവുമില്ലാതെ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചു. അപ്പോൾ അവർ വളരെ സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്തു, അവർ നിഷ്കളങ്കരാണ് എന്നൊക്കെ വരുത്തി തീർക്കുകയാണ്. ഇവിടെ അസിം മുനീർ ഈ പ്രകോപനം ഉണ്ടാക്കുന്നതിൻ്റെ മറ്റൊരു വശം കൂടി നാം ചിന്തിക്കണം. അതായത് 11 വർഷത്തിനിടയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ സുദീർഘമായ ഒരു വിദേശ പര്യടനത്തിന് ഒരുങ്ങുന്നു. അപ്പോൾ ഇത്തരമൊരു പര്യടനത്തിനായിട്ട് നരേന്ദ്രമോദി പോകുമ്പോൾ സമാനമായ ഒരു പരാമർശം നടത്തി അസിം മുനീർ പ്രകോപനം സൃഷ്ടിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി അർജൻറ്റീന, ബ്രസീൽ, ഘാന, ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ, അതുപോലെ തന്നെ നമീബിയ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഘാനയുടെ കാര്യം പറഞ്ഞാൽ ഏതാണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇത് ആദ്യമായിട്ടാണ് ഘാനയിലേക്ക് പോകുന്നത്. അല്ലെങ്കിൽ ഘാനയിൽ ഒരു പ്രധാനമന്ത്രി തല ചർച്ച നടക്കുന്നതിന് ഏതാണ്ട് 30 വർഷങ്ങൾക്ക് ശേഷമാണ്. അതുപോലെ തന്നെ നമീബിയയിൽ 1999 ശേഷം പിന്നീട് പ്രധാനമന്ത്രി പോയിട്ടില്ല, അതാണ് വ്യക്തമാകുക. നമീബിയയുടെ കാര്യപ്പെടുത്താൽ നമീബിയയിൽ ഇത് ആദ്യമായിട്ടൊരു ഇന്ത്യൻ പ്രധാനമന്ത്രി ചെല്ലുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഇങ്ങനെ മൊത്തത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് വീണ്ടും പ്രകോപനപരമായ നിലപാടുകൾ സ്വീകരിക്കുന്നു. അപ്പോൾ കറാച്ചിക്ക് നേരെ ഇന്ത്യ ചില ആക്രമണങ്ങൾ നടത്തി, അതിൻ്റെ നഷ്ടം എത്രത്തോളം ഉണ്ടെന്ന് പാകിസ്ഥാൻ തന്നെ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ വീണ്ടും ഇന്ത്യക്കെതിരെ പ്രകോപനം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ഇനി ഒരാവശ്യം വന്നാൽ ഞങ്ങൾ കശ്മീരിനെ സഹായിക്കും, പൂർണ്ണമായിട്ടും അവിടെ നടത്തുന്ന സ്വാതന്ത്ര്യ പ്രവർത്തനത്തിന് എല്ലാ പിന്തുണയും നൽകും. അപ്പോൾ അവിടെ നടത്തുന്ന സ്വാതന്ത്ര്യ പ്രവർത്തനമാണെന്നും അതിനെ ഇന്ത്യ ഭീകരവാദം എന്ന് വിളിക്കുന്നുവെന്നുമാണ് ഈ അസിം മുനീർ എന്ന് പറയുന്ന സ്വയം പ്രഖ്യാപിത ഫീൽഡ് മാർഷൽ പറയുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായും നമ്മളെന്താ കരുതുക, പ്രധാനമന്ത്രി വിദേശത്തേക്ക് പോകുന്നു. അപ്പോൾ അവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന കുറച്ചാളുകൾ ആരാണ്? ഈ പാകിസ്ഥാൻ ഊട്ടി വളർത്തുന്ന, അവർ പണവും ആയുധങ്ങളും കൊടുത്ത് വളർത്തുന്ന ചില ഭീകര സംഘടനകൾ, അതിൻ്റെ ചില നിഴൽ സംഘടനകൾ അവിടെയുണ്ട്. അവർക്ക് പാകിസ്ഥാൻ ആർമി എല്ലാ പിന്തുണയും നൽകുമെന്നാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ സാരാംശം. ഇവിടെ ഇപ്പോൾ എന്താ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം? പാകിസ്ഥാൻ ഇവിടെ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലാണ്. അതായത് ഈ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാനിലെ കപ്പലുകൾക്ക് നമ്മുടെ തുറമുഖത്തെല്ലാം തന്നെ നിരോധനം ഏർപ്പെടുത്തി. അതുകൊണ്ട് തന്നെ പല മദർഷിപ്പുകൾക്കും അടുക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അതിനാൽ പാകിസ്ഥാൻ ഫീഡർ ഷിപ്പുകളെ കൂടുതലായി ആശ്രയിക്കണം. അങ്ങനെ വരുമ്പോൾ കടത്തുകൂലി കൂടും. അതുപോലെ ചരക്കുകൾ എത്തിച്ചേരുന്ന ദിവസങ്ങളുടെ ദൈർഘ്യം കൂടും. ഇപ്പം 30 മുതൽ 50 ദിവസം വരെ കൂടുതലായി കാത്തിരുന്നാലേ ചരക്ക് എത്തുകയുള്ളൂ. കാരണം പാകിസ്ഥാൻ്റെ ഫ്ലാഗ് വെച്ച് വരുന്ന കപ്പലുകൾക്ക് ഇന്ത്യ ശക്തമായ നിരോധനമാണ് ഏർപ്പെടുത്തിയത്. അവിടെ നിന്നുള്ള കൊറിയൽ, തപാൽ സംവിധാനങ്ങൾക്കെല്ലാം നിയന്ത്രണം ഏർപ്പെടുത്തി. ഇങ്ങനെ പാകിസ്ഥാനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിന്ധു നദീജല പ്രശ്നം വരുന്നത്. അപ്പോൾ ബിലാവൽ ഭൂട്ടോ വീണ്ടും രംഗത്ത് വന്നു. ഞങ്ങൾ ഇന്ത്യക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തും, വേണമെങ്കിൽ ആക്രമിക്കുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണി നടത്തുന്നു. ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അതുപോലെ തന്നെ CR പാട്ടീൽ എന്ന് പറയുന്ന ജലശക്തി മന്ത്രി, അദ്ദേഹം നിലപാടുകൾ വ്യക്തമാക്കി. അങ്ങനെ മൊത്തത്തിൽ പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കി. ഇതിനിടയിലാണ് ഇപ്പം അസിം മുനീർ ഈ പ്രകോപനമായിട്ട് വരുന്നത്. ഇതിന് മറ്റൊരു കാരണം കൂടെ. വസീറിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ സൈനിക വ്യൂഹത്തിന് നേരെ ഒരു ചാവേർ
ഇടിച്ചു കയറുകയും ആ ചാവേർ പൊട്ടിത്തെറിച്ച് 13 സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു. ഇത് അഫ്ഗാനിൽ നിന്നുള്ള താലിബാനിൽ നിന്നുള്ള ഭീകര സംഘടനാ പ്രവർത്തകനാണ്. അപ്പോൾ ഒരു ചാവേർ പൊട്ടിത്തെറിച്ചതോടെ പാകിസ്ഥാന് വലിയ നഷ്ടമുണ്ടായി. ഉടൻ അവർ പറഞ്ഞു ഇത് ഇന്ത്യയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. നമ്മളതിനെ മൈൻഡ് ചെയ്തില്ല. കാരണം രാജ്യാന്തര തലത്തിൽ ഇത്തരത്തിലുള്ള എന്താ പറയുന്നത് മോശം പരാമർശങ്ങളെ ഞങ്ങൾ പുച്ഛത്തോടെ കാണുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പ്രസ്താവനയും ഇറക്കി. ഇതിന് ശേഷം ഇപ്പോൾ അഫ്ഗാനും പാകിസ്ഥാനും തമ്മിലൊരു സംഘർഷത്തിൻ്റെ സ്ഥിതിയാണ്. നിലവിൽ അഫ്ഗാൻ്റെ അതിർത്തികളെല്ലാം പാകിസ്ഥാൻ താൽക്കാലികമായി അടയ്ക്കാൻ തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അങ്ങനെ ഒരു അതിർത്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡ്യൂറൻ ലൈൻ എന്ന് പറയുന്ന ഒരു സാങ്കല്പിക രേഖയുണ്ട്. ഇത് 1947 സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് പാകിസ്ഥാനെയും അഫ്ഗാനെയും തമ്മിൽ വേർതിരിച്ചാണെന്ന് പറയാം. അതിനു മുമ്പ് ബ്രിട്ടീഷ് ഇന്ത്യയും അതുപോലെ തന്നെ അഫ്ഗാൻ എമിറേറ്റ്സിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു സാങ്കല്പിക രേഖയായിരുന്നു. ഈ ഡ്യൂറൻ ലൈനെ ഇന്ന് വരെ അഫ്ഗാൻകാർ അംഗീകരിച്ചിട്ടില്ല. അപ്പം അഫ്ഗാന് എല്ലാവിധ സഹായവും തീവ്രവാദത്തിന് പിന്തുണയുമൊക്കെ നൽകിയ രാജ്യമായിരുന്നു പാകിസ്ഥാൻ. പക്ഷേ പിന്നീട് 2-3 വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്ക അവിടെ നിന്ന് പോയപ്പോൾ താലിബാൻ ഭരണകൂടം അഫ്ഗാൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. ആ നിയന്ത്രണം ഏറ്റെടുത്തതോടുകൂടി അവർ കരുതിയത് എന്താ, പാകിസ്ഥാന് വേണ്ടി എല്ലാ സഹായവും ചെയ്യുന്ന ഒരു ഭരണകൂടമായി താലിബാൻ മാറുമെന്ന് കരുതി. പക്ഷേ അവർ ചെയ്തതെന്താ, ഇന്ത്യയെ പിന്തുണയ്ക്കുകയും ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തുകയും ചെയ്തു. അപ്പോൾ താലിബാൻ എന്ന് പറയുന്ന തീവ്രവാദ നിലപാടുള്ള ഒരു സംഘടന അഫ്ഗാൻ്റെ ഭരണം ഏറ്റെടുത്തപ്പോൾ നയതന്ത്ര തലത്തിൽ ഇന്ത്യ അതിനെ പിന്തുണച്ചില്ല. പക്ഷേ പൂർണ്ണമായിട്ടും അവരുമായിട്ടുള്ള ചർച്ചകൾ, അവരുമായിട്ടുള്ള സഹകരണം ഇതൊക്കെ ഇപ്പോൾ കൂടിക്കൂടി വരികയാണ്. മാത്രമല്ല മന്ത്രിതലത്തിൽ ചർച്ച നടത്തുന്നു, ഔദ്യോഗിക തലത്തിൽ ഞങ്ങൾ ഈ ചർച്ച നടത്തിയെന്ന് ഇന്ത്യ പറയുന്നു. അങ്ങനെ അഫ്ഗാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നു. ഒരു പക്ഷേ ഈ അഫ്ഗാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ശക്തമാകുന്നതിന് ഇഷ്ടപ്പെടാത്ത പാകിസ്ഥാൻ, അതുപോലെ തന്നെ ചൈന തുടങ്ങിയ രാജ്യങ്ങളും ഇവിടെ പ്രകോപനം സൃഷ്ടിക്കാൻ സ്വാഭാവികമായിട്ടും ശ്രമിക്കും. തെഹരിക്കെ താലിബാൻ ഇൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ടവരാണ് ചാവേർ ആക്രമണം നടത്തിയെന്ന് അവർ തന്നെ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നത്? അതിന് പിന്നിലൊരു ചരിത്രമുണ്ട്. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി 2013-14 കാലഘട്ടത്തിൽ അധികാരമേറ്റെടുത്ത സമയത്ത് ഈ ബലൂചിസ്ഥാൻ മേഖലയിൽ വലിയ പ്രക്ഷോഭ പരിപാടികളൊക്കെ നടക്കുകയാണ്. അതായത് പാകിസ്ഥാനുള്ള ആഭ്യന്തര കലാപം ഉണ്ടായിക്കൊണ്ട് 8ഓളം സംഘടനകൾ ബലൂജിൻ്റെ സ്വാതന്ത്ര്യത്തിനായിട്ട് പോരാടുന്നു. പക്ഷേ പിന്നീട് ആ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളൊക്കെ ദുർബലമായി, അവർക്ക് പണമില്ല, ആയുധമില്ല. അങ്ങനെയുള്ള സമയത്ത് ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ ഇതിനകത്ത് ഇടപെട്ടെന്നും ഈ 8 സംഘടനകളെ ഒന്നിച്ചു ചേർത്തുകൊണ്ട് ഒറ്റ സംഘടനയാക്കി ബലൂചിസ്ഥാന് വേണ്ടി പോരാടാനായിട്ട് നിയോഗിച്ചു. അങ്ങനെയാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഫോം ചെയ്തതെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇത് കഥകളാകാം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, രേഖകളൊന്നുമില്ലാത്ത കാര്യമാണ്. എങ്കിലും അങ്ങനെയാണ് പാകിസ്ഥാനും വിശ്വസിക്കുന്നത്. ഈ ബലൂചിസ്ഥാൻ മേഖലയിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പോരാട്ടം നടത്തുന്നു. വസീറിസ്ഥാൻ അല്ലെങ്കിൽ ഖൈബർ പഷ്തൂൺഖ മേഖലയിൽ തെഹ്രിക്കെ താലിബാൻ ഇൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന താലിബാൻ്റെ ഒരു പോഷക സംഘടന എന്ന് വിശേഷിപ്പിക്കാവുന്ന സംഘടന പോരാടുന്നു. അങ്ങനെ ഇവർക്കെല്ലാം സഹായം ചെയ്യുന്നത് ഇന്ത്യയാണ്. ഇവർക്ക് ഒരു പാകിസ്ഥാൻ ഒരു കുറ്റപ്പെടുത്താനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഇതിനിടയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി 8 ദിവസത്തെ സന്ദർശനത്തിനായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ബ്രസീലിൽ ഉച്ചകോടി നടക്കും, ബ്രിക്സ് ഉച്ചകോടി നടക്കും, അതിൽ പങ്കെടുക്കും. അർജൻറ്റീനയിൽ 2 ദിവസം തങ്ങും. അങ്ങനെ മൊത്തത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇല്ലാതിരിക്കുന്ന സമയത്ത് വീണ്ടും ഇവിടെ ഒരു പ്രകോപനം സൃഷ്ടിക്കാനായിരിക്കാം ഒരു പക്ഷേ അസീം മുനീർ ശ്രമിക്കുന്നത്. ഇത് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. കാരണം കറാച്ചിയിലെ നേവി ബേസിൽ ഇത്തരമൊരു പ്രസംഗം നടത്തണമെങ്കിൽ ആ നേവിയുടെ പൂർണ്ണ പിന്തുണ അസീം മുനീർ നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. അതായത് പാകിസ്ഥാനിലെ ജനങ്ങൾ അസംതൃപ്തരാണ്, അസ്വസ്ഥരാണ്. അതുകൊണ്ട് അവരെ ഒരു ദേശീയ വികാരം ഉണർത്തിയെടുക്കാൻ വേണ്ടി ഇന്ത്യയെക്കുറിച്ച് കുറ്റം പറയുക, ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ വാക്കുകൾ ഉപയോഗിക്കുക, പ്രസംഗം നടത്തുക. ഇത് തന്നെയാണ് അസീം മുനീർ ഇവിടെയും ചെയ്തത്. അങ്ങനെ ചെയ്തപ്പോൾ പറയുന്ന ഒരു കാര്യം, ഐക്യരാഷ്ട്രസഭ പ്രമേയം പാസ്സാക്കിയതും കശ്മീരി ജനങ്ങളുടെ ദീർഘകാലത്തെ അഭിലാഷവുമാണ് അവർ സ്വാതന്ത്ര്യം നേടുക എന്നുള്ളത്. അതിനുവേണ്ടി അവിടുത്തെ ആളുകൾ പോരാടുന്നു. ഈ പോരാട്ടത്തെ എല്ലാ കാലത്തും പാകിസ്ഥാൻ പിന്തുണച്ചിട്ടുണ്ട്, ഇനിയും പിന്തുണയ്ക്കും. 2 തവണ യാതൊരു പ്രകോപനവുമില്ലാതെ ഇന്ത്യ ഞങ്ങളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്നവർക്ക് ഒരാവശ്യം വന്നാൽ ഞങ്ങൾ സഹായം നൽകും. അതായത് നമുക്കറിയാം എല്ലായ്പ്പോഴും ഈ കാശ്മീരിൽ അക്രമ പ്രവർത്തനങ്ങൾ, ഭീകര പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ കൂടെ പിൻബലത്തോടു കൂടിയാണ്, അല്ലെ പിന്തുണയോടുകൂടിയാണ്. ഈ പിന്തുണ ഇനിയും നൽകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കശ്മീരിലേക്ക് പാക് സൈന്യത്തെ വീണ്ടും കടത്തിവിടും. ഇന്ത്യൻ പ്രധാനമന്ത്രി വിദേശത്താണല്ലോ എന്നുകൂടി ഒരു അർത്ഥമുണ്ട്. അപ്പം അസീം മുനീറിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം പാകിസ്ഥാൻ്റെ ഭരണാധികാരിയായി തീരുക. ഇതിന് ട്രംപുമായിട്ട് ചില കൂടിക്കാഴ്ച നടത്തുന്നു, അമേരിക്കയുടെ പിന്തുണ നേടിയെടുക്കുന്നു, അമേരിക്കയിലെ വേൾഡ് ബാങ്ക് സഹായത്തോടെ വേൾഡ് ബാങ്കിൻ്റെയും IMFൻ്റെയൊക്കെ ലോൺ തരപ്പെടുത്തുന്നു. അങ്ങനെ മൊത്തത്തിൽ അസീം മുനീർ ഒരു സ്വയം പ്രഖ്യാപിത ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് എത്തുകയും ഇനി തലപ്പത്തേക്ക് നീങ്ങുകയും ചെയ്യണം. അതിന് പാകിസ്ഥാൻ ജനതയുടെ പൂർണ്ണമായ
പിന്തുണ വേണം. അതുകൊണ്ടാണ് ഈ ഖൈബർ പഷ്തൂൺഖ മേഖല, ബലൂചിസ്ഥാൻ മേഖലയിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാനായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും. അപ്പോൾ അഫ്ഗാൻ്റെ ഭാഗത്തു നിന്ന് പാകിസ്ഥാന് നേരെ യുദ്ധഭീഷണി ഉണ്ടാകുമെന്ന് അവർ ഭയപ്പെടുന്നു. കാരണം അഫ്ഗാൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഡ്യൂറൻ ലൈൻ എന്ന് പറയുന്നതിനെ അംഗീകരിക്കാതെ ഈ ഖൈബർ പഷ്തൂൺ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് അപ്പുറവും ഇപ്പുറവും, അത് കുറച്ച് പേര് പാകിസ്ഥാനിൽ കുറച്ച് പേര് അഫ്ഗാനിൽ, അവരെല്ലാം കൂടെ ഒന്നിച്ചേരണം. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനെ ആക്രമിക്കാം. അപ്പോൾ പാകിസ്ഥാൻ ഇത്രയും കാലം വളർത്തി വലുതാക്കി കൊണ്ടുവന്ന ഭീകര സംഘടനകൾ ഇപ്പോൾ പാകിസ്ഥാന് നേരെ തന്നെ തിരിയുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ മൊത്തത്തിൽ അവിടുത്തെ അന്തരീക്ഷം വളരെ മോശമായി പോകുന്നു. അതുകൊണ്ടാണ് അസിം മുനീർ അവിടുത്തെ ജനതയെ ഒന്നിപ്പിക്കാൻ അല്ലെ പിന്തുണ നേടാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കെതിരെ പ്രകോപനപരമായ നിലപാട് സ്വീകരിക്കുന്നതും. അപ്പം കശ്മീരിലെ ജനങ്ങൾ നടത്തുന്നത് ന്യായമായ പോരാട്ടമാണ്, ഭീകരതയ്ക്ക് എതിരെയാണ് എന്നുള്ള രീതിയിൽ ഇന്ത്യ അതിനെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ഇനി പാകിസ്ഥാൻ അത് കയ്യും കെട്ടി നോക്കിയിരിക്കില്ല. ഞങ്ങൾ ആ സ്വാതന്ത്ര്യ പോരാട്ടത്തെ എല്ലായ്പ്പോഴും എന്ന പോലെ ഇത്തവണയും പിന്തുണയ്ക്കും. അങ്ങനെയാണെങ്കിൽ അസിം മുനീർ പറയുന്നതിൻ്റെ അർത്ഥം കശ്മീരിലെ വിഷയം നീതിയും സമാധാനപരവുമായ രീതിയിൽ പരിഹരിക്കാൻ വേണ്ട നിലപാട് സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യയിലേക്ക് കടന്നു കയറാനുള്ള സാധ്യതയുണ്ടെന്നാണ്, ഒരു പ്രകോപനമാണ്. അപ്പോൾ ബിലാവൽ ഭൂട്ടോ സിന്ധു നദീജലത്തിൻ്റെ കാര്യത്തിലൊരു പ്രകോപനം നടത്തി അതിന് കൃത്യമായ മറുപടിയൊക്കെ കൊടുത്ത് നമ്മൾ ഇരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് പാക് സൈന്യാധിപൻ്റെ പ്രകോപനപരമായ പ്രസ്താവന, അതായത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഈ സൈനിക നടപടിക്ക് തന്നെ കാരണമായത് അസിം മുനീർ എന്ന് പറയുന്ന സൈനിക മേധാവിയുടെ അസ്ഥാനത്തെ ചില പദപ്രയോഗങ്ങൾ, ചില പ്രസംഗങ്ങളായിരുന്നു. ഏതാണ്ട് അതിന് സമാനമായിട്ട് കറാച്ചിയിലെ നേവൽ ബേസിൽ വെച്ചിട്ട് ഒരു പ്രസംഗത്തിൽ വീണ്ടും ഈ പറയുന്ന അസിം മുനീർ ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നു. കശ്മീരിലെ ജനങ്ങൾ നടത്തുന്നത് സ്വാതന്ത്ര്യ പോരാട്ടമാണ്, അത് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചതാണ്, അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അതിനെല്ലാ പിന്തുണയും നൽകും. അതിനെ ഭീകരവാദമെന്ന് കുറ്റപ്പെടുത്തുന്നത് ഇന്ത്യയുടെ തന്ത്രമാണ്, ഈ തന്ത്രത്തെ ഞങ്ങൾ എതിർക്കും. അപ്പോൾ വീണ്ടും ഒരു ആക്രമണ ഭീഷണിയുടെ അല്ലെങ്കിൽ ഒരു സംഘർഷ ഭീഷണിയുടെ നിഴലിലേക്ക് ഇരു രാജ്യങ്ങളും പോകുന്നു എന്ന് പറഞ്ഞാൽ തെറ്റു പറയാനാവില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.